നിങ്ങളൊന്ന് ചിന്തിക്കണം സ്വന്തം മരണത്തെപ്പറ്റി. ഈ കാണുന്ന തിരക്കും വെപ്രാളവും എല്ലാം ഉപേക്ഷിച്ച് നീണ്ടു നിവർന്ന് കിടക്കുന്ന നമ്മളുടെ മരണമെന്ന യാഥാർത്ഥ്യം. അള്ളാഹു പറഞ്ഞയച്ച മലക്കുൽ മൗത്ത് നമ്മളെ ആത്മാവിനെയും പിടിച്ച് തിരിച്ചു പോകുമ്പോൾ ആ ആത്മാവിനെ പിന്തുടരുന്ന നമ്മളെ കണ്ണുകൾ പിന്നോട്ട് മറയും. ആ മറയുന്ന കണ്ണുകൾ കാണുന്നവർക്ക് ഭയമുണ്ടാക്കും. ഈ കാണുന്ന മുഖത്തിന്റെ പവറ്, ആ കണ്ണിന്റെ നടുവിൽ, വെളുപ്പിന്റെ നടുവിൽ ആ വൃത്താഗതിയിൽ കാണുന്ന കൃഷ്ണമണിയുടെ ഭംഗിയ. ആ കൃഷ്ണമണി ഒരല്പം ചെറുതായി പോയാൽ, ഒരു വെളുത്ത കണ്ണിന്റെ ഉള്ളിൽ കറുത്ത പുള്ളി മാത്രമാണെങ്കിൽ നമ്മുടെ മുഖം വിരൂപമാകും. മറ്റൊരാൾക്ക് നോക്കാൻ പേടി തോന്നും. ഇനി ആ കറുത്ത പുള്ളി ഇല്ലാതെ വെറും വെളുപ്പാണെങ്കിലോ ഒരിക്കൽ നോക്കുന്ന ഒരാൾക്ക് പിന്നീട് ഒരിക്കൽ പോലും ആ മുഖത്തേക്ക് നോക്കാൻ തോന്നൂല. പക്ഷേ ഇത്രയും ഭംഗിയിൽ പടച്ച റബ്ബ് സൃഷ്ടിച്ച ആ കണ്ണുകൾ അള്ളാഹുവിന്റെ മലക്കുകളെയും ആത്മാവിനെയും പിന്തുടരുമ്പം പിന്നോട്ട് മറഞ്ഞു പോകും. ആ സമയത്ത് അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി, അടുത്തുള്ളവർ വേഗം മരിച്ചവന്റെ കണ്ണങ്ങടച്ചു കളയണം, കാണുന്നവർക്ക് ഭയമുണ്ടാകാതിരിക്കാൻ. നമ്മളെ കണ്ണടച്ചവർ പിന്നീട് ശ്രദ്ധിക്കുന്നത് നമ്മളെ വാ തുറന്നു കിടക്കുന്നുണ്ടോന്നാ. ഒട്ടിപ്പിടിച്ച നാവും വറ്റിപ്പോയ ചുണ്ടും ഉണങ്ങിപ്പോയ മുഖവും കാണുന്നവർക്ക് ഭയമുണ്ടാക്കാതിരിക്കാൻ വേഗം ഒരു ശീലകഷണം കൊണ്ട് നമ്മളെ താടിയെല്ലു കൂട്ടിക്കെട്ടും. തണുത്തുറഞ്ഞു പോകുന്ന കാലിന്റെ തള്ളവിരലുകളും തുടയും 3 കഫം പടവകൾക്കുള്ളിലേക്ക് കിട്ടാതായി പോകുമോ എന്ന വെപ്രാളം കൊണ്ട് ആദ്യമേ 2 തള്ളവിരലുകൾ പിടിച്ച് കെട്ടിയിടും. ശേഷം ആ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിലോ ഡൈനിങ് ഹാളിലോ കിട്ടാവുന്നൊരു ചെറിയ കട്ടിലിൽ എന്നെയും നിങ്ങളെയും കടത്തും. ഞാൻ മോഹിച്ചു വാങ്ങിയ 5 അടി തേക്കിന്റെ കട്ടിൽ എന്റെ ബെഡ്റൂമിലുണ്ടെങ്കിലും, ഞാൻ എന്റെ ഭാര്യന്റെ കൂടെ ആസ്വദിച്ച് കിടന്ന വീട്ടിയുടെ തേക്കിന്റെ കട്ടിൽ എന്റെ റൂമിലുണ്ടെങ്കിലും, ലോകത്തൊരു ബെഡ്റൂമിൽ നിന്നും ആ ഭാരിച്ച 5ഉം 6 അടിയുമുള്ള കട്ടിൽ വലിച്ചോണ്ട് വരൂല. വല്യപ്പയുള്ള കാലഘട്ടത്തിൽ കാരണവന്മാർ ഉപയോഗിച്ചുപേക്ഷിച്ച് ഇപ്പോഴും ഏതോ വറകുപുരയിൽ കിടക്കുന്ന ചെറിയ 3 അടി കട്ടിലെടുത്ത് വള്ളം പാർന്ന് അതിന്റെ മേലെ ഒരു പായയും വിരിച്ച് വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ ഡൈനിങ് ഹാളിൽ നമ്മളെ കിടത്തും. ഈ ലോകത്തുള്ള സർവ്വ അവകാശങ്ങളും നിലച്ച് ഒന്നും അറിയാത്തവനെ പോലെ ഞാൻ ആ വിരിപ്പിന്റെ മുകളിൽ കിടക്കും. പിന്നീട് ആ മയ്യത്തിനെ കാണാൻ വരുന്ന ആളുകളുടെ ബഹളത്തിനിടയിൽ നമ്മളെ വീട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഒന്ന് ചിന്തിച്ചു നോക്കി. മരിച്ചൊരു 10 മിനിറ്റോ 15 മിനിറ്റോ കഴിയുമ്പോഴേക്കും ആ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? മയ്യത്തങ്ങനെ കിടത്തിയിട്ടുണ്ടാകും. ഭാര്യ അലമുറയിട്ട് അകത്ത് പോയി കട്ടിൽ കിടന്ന് കരയുന്നുണ്ടാകും. നിങ്ങൾ ഇന്നെ വിട്ടുപോയി, ഇന്നേം കൂടി ഇങ്ങക്ക് കൊണ്ടുപോയിക്കൂടായിരുന്നോ എന്നും മാര് കരയും. വിവരം കേട്ടുവരുന്ന പെൺമക്കൾ ഓരോരുത്തരും വാപ്പാന്റെ മയ്യത്ത് നോക്കി കണ്ണീരൊലിപ്പിച്ച് ഉമ്മാന്റെ അടുത്ത് പോയി കിടക്കും. ആൺമക്കൾ ഓരോരുത്തരും വാപ്പാന്റെ തലക്കും ഭാഗത്ത് കണ്ണീര് തുടച്ചിരിക്കും. നാട്ടിലുള്ള സർവമാന മനുഷ്യരും ആ മയ്യത്ത് കാണാൻ ആ വീട്ടിലേക്ക് കയറി വരും. ഓരോരുത്തരും മയ്യത്ത് കണ്ട് മാറി നിൽക്കാൻ ഒരുങ്ങുമ്പം ആ നാട്ടിലെ പള്ളി കമ്മിറ്റിയിൽപ്പെട്ട 4-5 ആളോ നാട്ടിലെ ചെറുപ്പക്കാരോ വാടകക്കെടുത്തൊരു ഓട്ടോറിക്ഷയിൽ 5-6 താറപ്പായയും 19 കസേരയും ഈ മുറ്റത്ത് കൊണ്ടിടും. പിന്നെ ആ മരിച്ച വീട്ടിൽ നമ്മൾ കേൾക്കുന്നത് എന്താ? താറപ്പായകൾ വലിച്ചു കെട്ടും ഒരുത്തം പറയും, ആ തെങ്ങുമക്ക് കെട്ടിക്കോ, ഒന്നാ പ്ലാവുമക്ക് കെട്ടിക്കോ, ഒന്നാ മനുഷ്യന്റെ ആ ഒരു ശീമക്കൊന്നയിലേക്ക് കെട്ടിക്കോ. ആ ശബ്ദം മാത്രമേ നമ്മളെ വീട്ടിലുണ്ടാകൂ. ഇടക്കിടക്കകത്ത് നേങ്ങലടിക്കുന്ന ഭാര്യന്റെ മക്കളെ കരച്ചിൽ, പുറമെ കേൾക്കുന്നത് ആ താറപ്പായ കെട്ടുന്നവരുടെ തിരക്ക്. പിന്നീട് ആ കസേര നിരത്തിയിടും. ഓരോരുത്തരും കണ്ട് മയ്യത്ത് കണ്ട് ആ കസേരയിലേക്ക് ഇരിക്കും. ഇന്നലെ കണ്ടവൻ പരിഭവം പറയും, ഇന്നലെ ഞാൻ സൗത്ത് കൊടിയത്തൂര് വെച്ച് കണ്ടതാ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആ കല്യാണപ്പുരയിൽ ഒരേ മേശമ്മിലിരുന്ന് തമാശ പറഞ്ഞ് തിന്നതാ, ഇന്നലെയും കൂടി ഖുർആൻ ക്ലാസ്സിന് ഞാൻ ഓളപ്പരം പോയതാ. ഓരോരുത്തരും പരിഭവങ്ങളും സങ്കടങ്ങളും നെഞ്ചുപൊട്ടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ആ മയ്യത്തെടുത്ത ആളുകൾ മറക്കുള്ളിൽ കൊണ്ടുപോകും. അന്നുവരെ ഒറ്റക്ക് കുളിച്ച നമ്മളെ കുടുംബക്കാര് കുളിപ്പിക്കും, മക്കൾ കുളിപ്പിക്കും. അന്നുവരെ ഒറ്റക്ക് വിസർജ്യം ബാത്റൂമിൽ ടോയ്ലറ്റിൽ കളഞ്ഞ നമ്മളുടെ വയറ് നമ്മൾ ആൺമക്കളോ അല്ലെങ്കിൽ ഉമ്മാൻ്റെത് പെൺമക്കളോ ഇടത്തെ കയ്യിൽ ശീല ചുറ്റി ഉമ്മാന്റെ വയറമർത്തി വിസർജിപ്പിക്കും. അറപ്പും വെറുപ്പുമില്ലാതെ വിസർജ്യം വാരിക്കളഞ്ഞ് വൃത്തിയായി കുളിപ്പിക്കും. ശേഷം ആ പള്ളിയുടെ 1-ാമത്തെ സെഫിൽ കൊണ്ടുവച്ച് നാട്ടിലെ മുഴുവൻ ആളുകളും നമ്മളെ മയ്യത്തിന്റെ പിന്നാലെ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് യാത്രയപ്പുന്ന നമസ്കാരം അത് നിർവഹിച്ചു കൊടുക്കും. പിന്നീട് ആ മയ്യത്തുമെടുത്ത് 6 അടി മണ്ണിന്റെ അടിയിലേക്ക് ചെല്ലും. കുഴിക്കപ്പെട്ട 6 അടി മണ്ണിലേക്ക് അത് ചേർത്ത് കടത്തും.
അതിന്റെ മേലെ സ്ലേവിടും. ഒരു മണ്ണിന്റെ തരി പോലും ആ മയ്യത്തിന്റെ മേലെ വീഴാതിരിക്കാൻ ആ സ്ലേവിന്റെ ഏതൊക്കെ ദ്വാരങ്ങളുണ്ടോ സർവ്വദ്വാരങ്ങളും ഇലകളെ കൊണ്ടും പേപ്പറുകളെ കൊണ്ടും അടച്ചു കളയും. എന്നിട്ട് ആ കബറിൽ നിന്നും മുകളിലേക്ക് കയറിയവൻ മണ്ണിടാൻ വേണ്ടി ആളുകൾക്ക് കണ്ണോണ്ടാങ്യം കൊടുക്കുമ്പം കുനിഞ്ഞിരുന്ന് കുടുംബക്കാരും ബന്ധക്കാരും നാട്ടുകാരും 3 പിടി മണ്ണ് നമ്മളെ മയ്യത്തിന്റെ കബറിന്റെ മുകളിലേക്ക് ഇട്ടു തുടങ്ങുമ്പം മയ്യത്തിന്റെ തലഭാഗത്തോ മധ്യഭാഗത്തോ കാൽഭാഗത്തോ നിൽക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ആ കബറിന്റെ അരികിലേക്ക് ഒരൽപ്പം ചേർന്ന് നിന്ന് നമുക്ക് നൽകുന്ന അവസാനത്തെ യാത്രയെ ഏറ്റവും ഭംഗിയായി ചൊല്ലിത്തുടങ്ങും. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ നിന്റെ ഉമ്മയാ, ഇന്നലെ വരെ തോളപ്പിച്ച് മടമ്പപ്പിച്ച് നമസ്കരിച്ചിരുന്ന നാട്ടുകാരനാ, ഇന്നലെ വരെ എനിക്ക് ചോറ് വിളമ്പി തന്ന എന്റെ പ്രിയതമയാ, ഇന്നലെ വരെ എന്നോട് നെഞ്ചോട് ആശ്വസിപ്പിച്ച എന്റെ കുടുംബമാ, എന്റെ ബന്ധുവാ. അതുകൊണ്ട് റബ്ബേ സബ്ബിതുഹു ഇൻദ സുആൽ, നിന്റെ അരികിലേക്ക് വരുന്ന ഈ ആത്മാവിന് ഒരു ധൈര്യം നീ കൊടുക്കണേ റബ്ബേ നിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ. കാരണം തറവാട് കൊണ്ടും പണം കൊണ്ടും അധികാരം കൊണ്ടും ദുനിയാവിലെ പവറുള്ളൂ, നമ്മളെ പത്രാസ് കൊണ്ട് ദുനിയാവിലെ പവറുള്ളൂ. 6 അടി മണ്ണിൽ ഒരു മനുഷ്യൻ അള്ളാന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ സബ്ബിതുഹു ഇൻദ സുആൽ, പടച്ച റബ്ബിന്റെ ശക്തി, അവന്റെ കഴിവുണ്ടാവണം, റബ്ബിന്റെ കാരുണ്യം ഉണ്ടാവണം. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, റബ്ബേ ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ ഒരു മയ്യത്തിന് ഉത്തരം പറയാനുള്ള കഴിവ് കൊടുക്കണേ നാഥ. 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് കബറാളികൾ മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് ആകാശത്ത് നിന്ന് മലക്കുകൾ വരും, കബറാളിയെ തട്ടിവിളിക്കും. ഞെട്ടി എഴുന്നേറ്റവൻ കബറിന്റെ ഭിത്തിയിലേക്ക് ചാരിയിരിക്കും. ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു ആ കടന്നു വന്ന മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം മൻ റബ്ബുക മാ ദീനുക മാ ഹാദർ റസൂൽ മാ ഹാദൽ കിതാബ്. 4 ചോദ്യങ്ങൾക്ക് മുൻപിലും ഉത്തരം കിട്ടാതെ വെപ്രാളപ്പെട്ട് തപ്പിത്തടയുമ്പം ഏയാൻ ആകാശത്തിൽ നിന്ന് പടച്ച റബ്ബിന്റെ കൽപ്പന വരും, കദിപ്ത കള്ളനാണവൻ, അതുകൊണ്ട് നരകത്തിന്റെ ഒരു കവാടം നിങ്ങൾ ആ കബറിലേക്ക് തുറന്നു കൊടുക്കണം എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഈ വാപ്പാനെങ്ങി പെടുത്തല്ലേ റബ്ബേ, ഈ ഉമ്മാനെങ്ങി പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നീ ചോദിക്കുന്ന ചോദ്യത്തിന് ഓരോന്നിനും കൃത്യമായി റബ്ബി അല്ലാഹ് റസൂൽ എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് റസൂലുള്ള ഇങ്ങനെ ഉത്തരം പറയാനുള്ള കഴിവിങ്ങി കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്തും അല്ല കബറിന്റെ 2 ഭാഗം കൂടി അങ്ങോട്ട് ഇടുക്കിക്കളയും. അള്ളാന്റെ ഒരു നടയടിയാണത്. അതറിയിച്ചിട്ടല്ലാതെ ഒരാളെയും പടച്ചോൻ കബറിൽ വിട്ടേക്കൂലെന്ന മദീനത്തെ മിമ്പറിൽ വെച്ച് ലോകത്തിന്റെ ഹബീബായ തങ്ങൾ ഇത് പറയുമ്പം അള്ളാന്റെ റസൂലുള്ളാന്റെ കണ്ണു നിറഞ്ഞു, ചുണ്ടു വിതുമ്പി, മുഖമാ വെച്ച് വക്കാൻ തുടങ്ങി. സഹാബാക്കൾ അത്ഭുതത്തോടെ മിമ്പറിന്റെ മുകളിലേക്ക് നോക്കുമ്പം കണ്ട കാഴ്ച, 2 കൈകളും കോർത്ത് പിടിച്ച് അള്ളാന്റെ ഹബീബ് കണ്ണുനീരോടെ പറഞ്ഞു, സഹാബത്തെ ഇതുപോലെ നിങ്ങൾ കബർ കിടക്കുമ്പം പടച്ചറബ് ഇടുക്കിക്കളയും. അന്ന് നിങ്ങളെ വാരിയല് 2ഉം കൂടി ഇതുപോലെ ഇറങ്ങിപ്പോകും. ആ വേദന കൊണ്ട് അവന് കരയും. ആ കരച്ചിലെങ്ങാനും കബറിന്റെ മുകളിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ കെട്ടിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നെ ഒരു മയ്യത്തുമായിട്ട് അവൻ കബറിലേക്ക് മറമാടാൻ പോവില്ല. അതുകൊണ്ട് അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, പടച്ചോനെ ആ കബറിലുള്ള സങ്കടം അതിങ്ങി നീക്കിക്കൊടുക്കണേ നാഥ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. അല്ലാഹുവേ എല്ലാ പാപങ്ങളും പൊറുത്ത് നിർഭയത്വത്തിന്റെ ഒരു കവാടം, സ്വർഗത്തിന്റെ ഒരു കവാടം അത് ഈ തുറന്നു കൊടുക്കണേ പടച്ചോനെ എന്ന് 10-15 മിനിറ്റ് നേരം എല്ലാവരും മടങ്ങിപ്പോകും. പിന്നെ ആരാ മനുഷ്യരെ എന്തെങ്കിലും കബറും പുറത്ത് വരിക? പിന്നെ ആരാ കബറും പുറത്തേക്ക് പോയത്? കൊടിയത്തൂരും നന്മണ്ടയും സൗത്ത് കൊടിയത്തൂരും ചെറുവാടിയും അപ്രതീക്ഷിതമായ മരണത്തിന്റെ നിരവധി വിറങ്ങലിച്ച കാഴ്ചകൾ കണ്ട് മയ്യത്ത് കണ്ടുപോകുന്ന മുഅ്മിനീങ്ങളെ, പിന്നെ ആരാ ആ കബറിന്റെ അടുത്തേക്കൊന്ന് പോകാറുള്ളത്? ഏത് വക്തിനാ മയ്യത്തിനെ പറ്റി ഒന്ന് ചിന്തിക്കാറുള്ളത്? ആ കബറിൽ കിടക്കുന്നവൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് പറ്റി ആലോചിക്കാറുണ്ടോ?